ഒരു പേഷ്യൻ്റ് ചോദിച്ചിരിക്കുകയാണ്, ഏജ് 41, എംഎച്ച് വാല്യൂ 0.45, എനിക്ക് പ്രഗ്നൻ്റ് ആകാൻ പറ്റുമോ? ഇവിടെ നമ്മൾ പല കാര്യങ്ങളും കൺസിഡർ ചെയ്യണം. ഇവിടെ എംഎച്ച് വാല്യൂ നന്നായിട്ട് കുറവാണ്. അപ്പം നാച്ചുറൽ കൺസെപ്ഷൻ നമ്മൾ നോക്കണം. ഹസ്ബൻഡിൻ്റെ പാരാമീറ്റേഴ്സ് അറിയണം, യൂട്രസിൻ്റെ കണ്ടീഷൻ അറിയണം, ആവണത്തിൻ്റെ ഇൻഡോമെട്രിയത്തിൻ്റെ കണ്ടീഷൻ അറിയണം. എംഎച്ച് വാല്യൂ എന്ന് പറയുന്നത് 2 മില്ലിമീറ്റർ താഴെയുള്ള ഫോളിക്കുലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. എംഎച്ച് വാല്യൂ കുറയുമ്പോൾ എഗിൻ്റെ ക്വാളിറ്റിയും കുറയാം. പക്ഷേ ഇവിടെ പേഷ്യൻറ്റിന് പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ട്രൈ ചെയ്യാം. അവിടെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യണം. ഓവറിയിൽ നിന്ന് എഗ്ഗ് വരാനുള്ള സാധ്യത, ആരോഗ്യമുള്ള എഗ്ഗ് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കണം. ഈ ഗ്രാനുലർ സെൽസാണ് എംഎച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എംഎച്ച് വാല്യൂ കുറയുമ്പോൾ നമ്മുടെ എഗ് ക്വാളിറ്റി അഫക്റ്റ് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ IUI ട്രൈ ചെയ്യാം, പക്ഷേ ബെറ്റർ നമ്മൾ IVFിലോട്ട് പോകുന്നതാണ് നല്ലത്. അവിടെ നമുക്ക് ഈ ഓവറിയുടെ പ്രവർത്തനം കൂട്ടാൻ വേണ്ടി നമുക്ക് സ്റ്റെം സെൽസ് ട്രൈ ചെയ്യാം. ബോൺ മാരോയിൽ നിന്ന് സെൽസ് എടുത്ത് സ്റ്റെം സെൽസ് എടുത്ത് ഓവറിക്കുള്ളിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സഹായകരമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുക, എഗ് എടുക്കുക, എന്നിട്ട് എഗ് ക്വാളിറ്റി നോക്കുക. നമ്മൾ ഒരു സൈക്കിളിൽ ആരോഗ്യമുള്ള നമുക്ക് എഗ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്ത് എഗ്ഗുകൾ പൂൾ ചെയ്യുക, എന്നിട്ട് നമ്മൾ സ്പേം എടുത്ത് ഇഞ്ചെക്റ്റ് ചെയ്യുക. അത് നമ്മളെ സഹായിക്കും. നമ്മൾ എഗ്ഗ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ ഈ കുഞ്ഞ് കിടക്കുന്ന ലൈനിങ് ഹെൽത്തി ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് റിസൾട്ട് ബെറ്റർ ആവുന്നത്. കാര്യങ്ങൾ താങ്കൾ സ്പീഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം അണ്ടർഗോ ചെയ്തിട്ട് പ്രഗ്നൻസി കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഡോണറെയൊക്കെ കൺസിഡർ ചെയ്യണം. എനിവേ താങ്കൾ കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യണം. നമ്മുടെ സിംഗിൾ മോസ്റ്റ് ഫാക്ടർ നമ്മുടെ ഓവറിയുടെ പ്രവർത്തനക്ഷമതയെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഏജാണ്. ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ പലർക്കും പറ്റുന്നൊരു തെറ്റാണത്. വിവാഹ ജീവിതം വൈകുന്നു, കുഞ്ഞുങ്ങളുണ്ടാകാൻ കാലതാമസം വരുന്നു, രണ്ടുപേരും ലോകത്തിൻ്റെ പല ഭാഗത്ത് ജോലി ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പം ഏജ് അഡ്വാൻസ് ചെയ്തു പോകും. അപ്പം നമ്മൾ ഇതൊരു വലിയ ഒരു വിപത്തായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അവരുടെ പ്രോബ്ലം അവൈലബിലിറ്റി ഓഫ് ടൈമാണ്. അപ്പം അവർക്ക് വിദേശത്തൊക്കെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ അവർക്ക് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഡിഫിക്കൽറ്റി വരും. ഇൻഷുറൻസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അത് നാട്ടിൽ അവർ വരുമ്പം വർഷത്തിൽ 1-2 മാസമാണ് അവർ ട്രൈ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് അവരുടെ ഓവറിയുടെ റിസർവിനെ പറ്റി അറിയത്തില്ല എന്നുള്ളതാണ്. നമ്മൾ AMH എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് വിവാഹപ്രായത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാ യുവതികളും AMH ടെസ്റ്റ് ചെയ്ത് അവരുടെ ഓവറിയുടെ റിസർവ് അറിഞ്ഞ് അവരുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യണം. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. അവർ വളരെ ലേറ്റായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് അവരുടെ റിസർവ് കുറവാണ്. റിസർവ് കുറവാണെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം ഇതിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ പുരുഷബീജത്തിൻ്റെ നിലവാരവും അണ്ടത്തിൻ്റെ നിലവാരവുമാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് നമ്മൾ കടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഈ ഒരു കാഴ്ചപ്പാടിലൂടെ വേണം നമ്മൾ ഈ പ്രശ്നത്തെ നമ്മൾ കാണാനായിട്ട്. എനിവേ താങ്കൾ ഈ ട്രീറ്റ്മെൻറ്റ് നിരാശപ്പെടരുത്. നമ്മൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. ഈ പോസിബിലിറ്റീസ് ട്രൈ ചെയ്യുക, എന്നിട്ട് നമ്മൾ നോക്കുക.